ചെറുകഥ ജീവിത പാളത്തിൽ തനിയെ. രചന തോമസ് കാവാലം. ശബ്ദം ജെസ്സി ജോൺ. അതിരാവിലെ വീടിന്റെ വാതിൽ ബെല്ലടിക്കുന്നത് കേട്ടാണ് സൂസൻ ഉണർന്നത്. പ്രായമായതിനു ശേഷം വൈകി എഴുന്നേൽക്കുന്നത് അവർക്കൊരു ശീലമായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം ഏകാഗ്രിയായി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ സന്ദർശകർ ഇല്ലെന്ന് തന്നെ പറയാം. ഏതാനും ചില സുഹൃത്തുക്കൾ ഒഴികെ മറ്റാരും തന്നെ അവരെ സന്ദർശിച്ചിരുന്നില്ല. കോളിംഗ് ബെൽ വീണ്ടും വീണ്ടും അടിച്ചത് അസ്വസ്ഥതയുണ്ടാക്കുകയും ഉറക്കത്തിനെ ഭംഗം വരുത്തുകയും ചെയ്തു. അഴിഞ്ഞുകിടന്ന മുടി മാടി ഒതുക്കി കെട്ടിയ ശേഷം അവർ സാവധാനം എഴുന്നേറ്റ് നിന്ന് വാതിൽ തുറന്നു. അപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഒരു സുന്ദരിയായ പെൺകുട്ടി വാതിൽക്കൽ നിന്ന് അവരെ അഭിവാദനം ചെയ്തു. ഏകദേശം 30 അടുത്ത് പ്രായം വരും. ആരാ, മനസ്സിലായില്ലല്ലോ? ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സൂസൻ ചോദിച്ചു. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും മാഡം, ഞാൻ ആരാണെന്ന്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കണ്ടുമുട്ടിയത്. അന്ന് എനിക്ക് 5 വയസ്സായിരുന്നു പ്രായം. അന്ന് മാഡം ചിങ്ങവനം റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴാണ് പരിചയപ്പെട്ടത്. എന്റെ അമ്മയെയും എന്നെയും. ശരിയാ, ഇന്നലത്തേതുപോലെ ഓർക്കുന്നു. നിഷ, അങ്ങനെ എന്തോ ആയിരുന്നില്ലേ പേര്? വളരെ ബന്ധപ്പെട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ സൂസൻ പറഞ്ഞു. നിഷ അല്ല, നിമിഷ. അവൾ വളരെ അവരെ സൗമ്യമായി തിരുത്തി പറഞ്ഞു. അതെ അതെ, നിമിഷ. നിമിഷ നിമിഷ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എന്താ ഇവിടെ? അമ്മ എവിടെ? എന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? കാര്യഗൗരവത്തോടെ സൂസൻ തിരക്കി. റിട്ടയർമെന്റിന് ശേഷം ഈ വലിയ പട്ടണത്തിലേക്ക് താമസം മാറ്റിയ കാര്യം ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. എപ്പോഴാ എന്നറിയില്ല. ദൈവം അങ്ങോട്ട് വിളിക്കുക. അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അമ്മയ്ക്ക് ഒരു കടം വീട്ടാനുണ്ടെന്ന് എപ്പോഴും പറയും. അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും. അത് പറയുമ്പോൾ അവളുടെ സ്വരം അല്പം പതറിയിരുന്നു. അവൾ ധരിച്ചിരുന്ന മഞ്ഞ ചുരിദാറും മഞ്ഞുപോലെ തൂവള്ള ഷാളും അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് പോലെ സൂസന് തോന്നി. ആ വസ്ത്രം ധരിച്ച നിമിഷയെ കണ്ടപ്പോൾ അന്ന് ആദ്യമായി നിമിഷയുടെ അമ്മ നിരഞ്ജനെ കെട്ടിപ്പിടിച്ച രംഗം ഓർമ്മ വന്നു. അവൾ അന്ന് ധരിച്ചിരുന്ന വസ്ത്രത്തോട് സാമ്യമുള്ളതുപോലെ. അടുത്ത നിമിഷം നിരഞ്ജന തന്നെയാണോ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും സൂസന് തോന്നി. പെട്ടെന്ന് ഓർമ്മക്കുറവ് പോലെ സൂസൻ പറഞ്ഞു. പറയൂ നിരഞ്ജന, എന്താണ് കടം? ഞാൻ നിരഞ്ജനയല്ല മാഡം, അത് അമ്മയാണ്. നിമിഷ. നിമിഷ സോമനാഥ്. ഓ സോറി, ഐ മേഡ് ദാറ്റ് മിസ്റ്റേക്ക് അഗൈൻ. സൂസൻ റിട്ടയർ ചെയ്തിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. എങ്കിലും നല്ല ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നതിന്റെ ഒരാശയക്കുഴപ്പവും. ഹാ, സോമനാഥൻ, നിമിഷ സോമനാഥൻ. അയാളുമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയായിരുന്നല്ലോ അന്ന് അമ്മ. പിന്നെ നിങ്ങൾ ഒന്നിച്ചോ? ഇല്ല മാഡം, അയാൾ ക്രൂരനായിരുന്നു. അച്ഛനാണെങ്കിലും അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അയാൾ നന്നായി മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ചെത്തുമ്പോൾ അമ്മയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു രാത്രിയിൽ അമ്മയെ വേണ്ടുവോളം മർദ്ദിച്ച ശേഷം അയാൾ ബോധം കെട്ട് ഉറങ്ങുമ്പോഴാണ് അമ്മ എന്നെയും കൂട്ടി ഇറങ്ങിയത്. മരണത്തിന്റെ റെയിൽ പാളത്തിൽ നിന്നും ജീവിതത്തിന്റെ പാളത്തിലേക്ക് അന്ന് മാഡം ഞങ്ങളെ വലിച്ചു കയറ്റി. തിക്തമായ കഴിഞ്ഞകാല അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തത് കൊണ്ടാവാം നിമിഷയുടെ വാക്കുകൾക്ക് തീഷ്ണത വർദ്ധിച്ചു. നിമിഷ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ സൂസന്റെ ഓർമ്മ ഒരു ട്രെയിൻ പോലെ തന്നെ കൂകിപ്പാകിയായിരുന്നു പിന്നോട്ട്. മധ്യ കേരളത്തിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലായിരുന്നു അന്ന് സൂസൻ. ഒരു റെയിൽവേ ഗാർഡായി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പ്രഭാതത്തിൽ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അവൾ. ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള അവസാനത്തെ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി അവസാനിക്കും. പക്ഷെ വൈകി ഓടുന്ന ആ ട്രെയിൻ കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേഷൻ മാസ്റ്റർ സാധാരണയായി അവളെ വിട്ടിരുന്നുള്ളൂ. അപ്പോൾ അവൾ സ്വതന്ത്രയാകും. പച്ചയും ചുവപ്പും തുണികൾ ചുറ്റിയ കമ്പുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ചെറിയ മഞ്ഞുതുള്ളികൾ റെയിൽ പാളത്തിലും അതിൽ ചുറ്റുമുള്ള പുൽച്ചെടികളിലും തങ്ങി നിന്നിരുന്നു. അസാധാരണമായ ഒരു തണുത്ത കാറ്റ് കിഴക്ക് നിന്നും സാവധാനം അടിച്ച് അവളെയും ആ പ്രദേശത്തെ ആകെ കൂടുതൽ തണുപ്പുള്ളതാക്കി മാറ്റിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയായി 2-3 പേർ മരുഭൂമിയിലെ മരങ്ങൾ പോലെ നിന്നിരുന്നു. യാത്ര ചെയ്യാൻ എന്നതിലുപരി ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ. പെട്ടെന്നാണ് ആ ദൃശ്യം അവളുടെ കണ്ണിൽപ്പെട്ടത്.
ഏകദേശം 30 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ റെയിൽവേ ട്രാക്കിലൂടെ അതിശീഘ്രം നടന്നു പോകുന്നു. അവളുടെ വലതുവശം ചേർന്ന് തന്നെ ഏകദേശം 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും അവൾക്കൊപ്പം എത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓടിക്കൊണ്ടിരുന്നു. കാഴ്ചയിൽ തന്നെ അവർ അമ്മയും മകളും ആണെന്ന് വ്യക്തമായിരുന്നു. ആ പെൺകുട്ടി ഓടുന്നതിനിടയ്ക്ക് അമ്മയുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന കാഴ്ചയിൽ എന്തോ പന്തികേടുള്ളതുപോലെ സൂസന് തോന്നി. പെട്ടെന്ന് ഒരു പൊന്മാൻ താഴെ തടാകത്തിലുള്ള മീൻ ലക്ഷ്യമാക്കി ഒരു ചാട്ടുളി പോലെ പായുന്നത് പോലെ സൂസൻ ആ അമ്മയും കുഞ്ഞിനെയും ലക്ഷ്യമാക്കി പാഞ്ഞു. അപ്പോഴേക്കും വൈകി ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ കൂകിക്കൊണ്ട് അടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. എത്രയോ ജീവിതങ്ങളും മരണങ്ങളും കണ്ട തീവണ്ടി, പച്ചക്കൊടി കാട്ടിയ എത്രയോ ജീവിതങ്ങളും വണ്ടികളും, അതിവേഗം മുന്നോട്ട് തന്നെ പായുന്ന വണ്ടി, മനുഷ്യന്റെ മനസ്സിനെ പോലും തോൽപ്പിക്കുമെന്ന പോലെ അത് മുന്നോട്ടേക്ക്. പിന്നെ സൂസൻ ഒന്നും ആലോചിച്ചില്ല. നിമിഷത്തിനുള്ളിൽ അവൾ ആ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വലതുവശത്തേക്ക് മറിഞ്ഞു. കൂട്ടത്തിൽ മകളെ കൈകൊണ്ട് തള്ളി മറുവശത്തേക്ക് ഇട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ കടന്നുപോയി. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കൂടി 3 ജീവനുകൾ ആ നിമിഷം കടന്നുപോയി. സംഭവിച്ചത് എന്താണെന്ന് വിശ്വസിക്കാനാവാതെ ആ പുൽക്കൊടിയിനിടയിൽ ഭൂമിയോട് ചേർന്ന് അങ്ങനെ കിടക്കുമ്പോൾ അവളുടെ ശരീരം കിലുകിലാന്ന് വിറച്ചിരുന്നത് കൊണ്ട് ട്രെയിനിന്റെ കടന്നുപോകലിൽ ഭൂമി പ്രകമ്പനം കൊണ്ടത് സൂസൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് അവളുടെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചുലച്ചു. തീർച്ചയായും ആ പ്രകമ്പനം നിരഞ്ജനെയും പിടിച്ചു ഉലച്ചിരിക്കണം. കാരണം അവളെ അങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്തിന് നിങ്ങൾ ഇത് ചെയ്തു? എനിക്ക് മരിക്കാൻ പോലും അവകാശമില്ലേ? നിരഞ്ജന തേങ്ങി കരയുന്നതിനിടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അധികം താമസിയാതെ സൂസൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ അമ്മയും മകളെയും കൂട്ടി സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് പോയി. കുറച്ചു സമയം അവിടെ വിശ്രമിച്ചതിന് ശേഷം അടുത്തുള്ള ക്യാൻറ്റീനിൽ പോയി അവർക്ക് ആഹാരം വാങ്ങിക്കൊടുത്തു. 2-3 ദിവസം അവളോടൊത്ത് അവളുടെ വീട്ടിൽ തന്നെ അവർ തങ്ങി. പിന്നെ അവളുടെ വീടിനടുത്തുള്ള ഒരു വാടക വീട്ടിലേക്ക് അവരെ മാറ്റി. വാടക വീടിന് വേണ്ടി വന്ന 10,000 രൂപ ഡിപ്പോസിറ്റും പിന്നെ ജീവിക്കാൻ മറ്റൊരു 5,000 രൂപയും സൂസൻ നൽകി. ഒരു കടൽ നീന്തി കടന്ന പ്രതീതിയായിരുന്നു നിരഞ്ജനയ്ക്ക്. എന്താ മേഡം, കഴിഞ്ഞ കാലത്തേക്ക് ഊളിയിട്ട് പോയോ? അമ്മയും മകളെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച നിമിഷം മാഡം ഒരു മാലാഖയാകുമായിരുന്നു. ആ മാലാഖയെ കാണാനാണ് ഞാൻ വന്നത്. കയറി വരൂ, ഇരിക്കൂ, സൂസൻ പറഞ്ഞു. നിമിഷ മുറിയിലെ മാർദ്ദവമുള്ള സോഫയിലേക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് സൂസൻ തേങ്ങിക്കരയാൻ തുടങ്ങി. തേങ്ങലിനിടയിലൂടെ അവർ പറഞ്ഞു, എല്ലാം നിമിത്തങ്ങൾ മാത്രം മോളെ. എനിക്ക് നിന്നെ പോലെ ഒരു മകൾ ഉണ്ടായിരുന്നു. നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നതിന് കൃത്യം 1 വർഷം മുൻപാണ് അവൾ മരിച്ചത്. അന്ന് അവൾക്ക് സ്കൂൾ അവധിയായിരുന്ന ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എന്റെ കൂടെ കൊണ്ടുപോയതാണ്. ഓഫീസിലിരുത്തി ഡ്യൂട്ടിക്ക് പോയി മടങ്ങി വരുമ്പോൾ അവളെ മുറിയിൽ കണ്ടില്ല. ഞാനൊരു ഭ്രാന്തിയെ പോലെ ആ സ്റ്റേഷൻ മുഴുവൻ ഓടി നടന്നു, പരതി, പക്ഷെ കണ്ടില്ല. അന്ന് വൈകിട്ട് കുറെ ദൂരം മാറി ട്രാക്കിൽ അവളുടെ ജഡം കണ്ടെത്തി. ഏതോ കശ്മലന്മാർ പിച്ച് ചിന്തിയ രീതിയിൽ. അനാമിക, എന്റെ അനാമിക. എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും എനിക്കറിയില്ല. ആരോ അവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ കൊന്നു കളഞ്ഞതാണെന്ന് തോന്നുന്നു. അന്ന് മുതൽ ഡ്യൂട്ടിക്ക് വരുമ്പോൾ എല്ലാം എന്റെ കണ്ണ് ട്രാക്കിലായിരിക്കും. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണാനിടയായത്. ഒരു ദീർഘ നിശ്വാസം വിട്ട് അവർ ഒന്ന് ആശ്വസിച്ചു, കണ്ണുകൾ തുടച്ചു. എന്നിട്ട് തുടർന്നു, ഒരു ജീവിതത്തിന് പറയാൻ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. പക്ഷേ മോളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വില അറിയൂ. ഈ വയസ്സുകാലത്ത് അല്പം വെള്ളം ഊറ്റിത്തരാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എത്ര തവണ ആഗ്രഹിച്ചിരിക്കുന്നു. അനാമിക, എന്റെ അനാമിക ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവത്തെയും സ്വർഗത്തെയും കൃതജ്ഞതയോടെ ഓർത്ത് ജീവിക്കാൻ ദൈവം തന്ന അവസരങ്ങൾക്ക് നന്ദി. എങ്കിലും എന്റെ അനാമിക തിരിച്ചു വരില്ലല്ലോ എന്നോർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ആ വേർപാട്. സൂസൻ മാഡത്തിന്റെ തേങ്ങലുകൾ തെല്ല് അടങ്ങിയപ്പോൾ നിമിഷ പറഞ്ഞു, അന്നത്തെ 15,000 രൂപ ഇന്നത്തെ 15 ലക്ഷത്തിന് തുല്യമാണെന്നറിയാം. അതിലെല്ലാം ഉപരി 2 ജീവിതങ്ങളെയാണ് തിരിച്ചു തന്നത്. ജീവന്റെ വില സ്വർഗത്തിന് മാത്രമേ അറിയൂ. മാഡം, ആ കടം ഒരിക്കലും വീട്ടാനാകില്ലെന്നറിയാം. എങ്കിലും മാഡം ഇത് സ്വീകരിക്കണം. അത് പറഞ്ഞിട്ട് കുറച്ച് പണം അടങ്ങിയ ഒരു വാനിറ്റി ബാഗ് അവർക്ക് കൈമാറിയിട്ടിട്ട് നിമിഷ അവരെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം നിമിഷ പറഞ്ഞു, മരിച്ചുപോയ മകളാണ് വിളിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. വരുന്നോ? ജീവിത പാളത്തിലൂടെ ഓടുന്ന ഈ തീവണ്ടിയിലേക്ക്. പച്ചക്കൊടികൾ ഒത്തിരി കാട്ടിയിട്ടുള്ളതല്ലേ. ഈ ഏകാന്തതയ്ക്ക് ഒരു ശമനം കിട്ടും. ആ വാക്കുകൾ കേട്ട് സാരിയുടെ കോന്തല കൊണ്ട് കണ്ണുകൾ ഒപ്പി സൂസൻ അങ്ങനെ നിന്നു.
അപ്പോൾ സൂര്യനങ്ങ് കിഴക്ക് സാമാന്യം നന്നായി ഉദിച്ച് ഉയർന്നു കഴിഞ്ഞിരുന്നു.